ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ പഠിച്ചു കഴിഞ്ഞു. ഫൊറിയർ ഇൻ്റഗ്രലും അതിൻ്റെ പ്രോബ്ലംസുകളും വളരെയധികം ഒരു 10-12 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഫൊറിയർ ട്രാൻസ്ഫോമോട് കൂടി ഈ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഫൊറിയർ ഇൻ്റഗ്രൽ പഠിച്ചതുപോലെ തന്നെ 2-3 സിമ്പിൾ ഫോർമുല എന്നിട്ട് അത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ് ഫൊറിയർ ട്രാൻസ്ഫോമിലും ചെയ്യുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ ഇൻ്റഗ്രലിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ആൻ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഇൻ ആൻ ഇൻ്റർവൽ എ ബി ഈസ് ഓഫ് ദ ഫോം ഐ ഓഫ് എഫ് ഓഫ് എക്സ്. ഐ ഓഫ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്നാണ്. നമ്മൾ അതിൽ നിന്ന് ഫൊറിയറിലേക്ക് വരുന്നതേ ഉള്ളൂ. ഐ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു കെ എസ് എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമാണ്. ഈ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിലെ ഈ കെ എസ് എക്സ് എന്ന് പറയുന്ന കെ എസ് എക്സ് മാറി വിവിധ ഫംഗ്ഷൻസുകളാകുമ്പോൾ, ഡിഫറൻറ്റ് ഫംഗ്ഷൻസുകളാകുമ്പോൾ ട്രാൻസ്ഫോമുകൾ പലതായി മാറുന്നു. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആകും, ഫൊറിയർ ട്രാൻസ്ഫോം ആകും, അങ്ങനെ ഓരോരോ ട്രാൻസ്ഫോമിലേക്ക് അത് മാറും. ഫോർ എക്സാമ്പിൾ, ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേർ കെ എസ് എക്സ് ഈസ് കോൾഡ് ദ, ഈ കെ എസ് എക്സിനെ വിളിക്കുന്നത് കേണൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കേണൽ എന്നാണ് വിളിക്കുന്നത്. ഫോർ ഡിഫറൻറ്റ് ചോയ്സസ് ഓഫ് കെ എസ് എക്സ്, പിന്നെ എ ടു ബി എന്ന് പറയുന്ന ആ ലിമിറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് വ്യത്യസ്ത ട്രാൻസ്ഫോർമേഷൻസുകൾ കിട്ടും. അതിന് ഫോർ എക്സാമ്പിൾ, കെ എസ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എസ് എക്സ് ആവുകയും എ എന്ന് പറയുന്ന ലിമിറ്റ് 0യും ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും ആണെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് എക്സ് ഡി എക്സ് എന്നാവും. അത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് എക്സ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് എക്സ് ഡി എക്സ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് വരാം. ആ ഫൊറിയർ ട്രാൻസ്ഫോം ഞാൻ ഇനി ഫൊറിയർ ഇൻ്റഗ്രലിൽ നിന്നും ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല ഒന്നും ഡിറൈവ് ചെയ്ത് കാണിക്കുന്നില്ല. അതിൻ്റെ ആവശ്യകത നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക, ഫൊറിയർ ട്രാൻസ്ഫോം, ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, എസ്സിലുള്ള ഒരു ഫംഗ്ഷനാക്കി നമ്മൾ തന്നെ മാറ്റുന്നു. അതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. ഈക്വൽ ടു 1/√2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ്. നമ്മുടെ ഫസ്റ്റ് ഫോമുല ഇതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് മറ്റൊരു ഫോമുലയും കൂടെ നമ്മൾ കൊണ്ടുവരും. ഇനി ഈ ഫൊറിയർ ട്രാൻസ്ഫോം തന്നു, അത് ഏത് ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിൻ്റെ ഇൻവേർഷൻ ഫോമുല ഉപയോഗിക്കും, തിരിച്ചു പോകും. അതായത് ആ എഫ് ഓഫ് എസിനെ എടുത്ത് ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുക, ഈ ഇ റൈസ് ടു ഐ എസ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവാക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ഇൻവേർഷൻ ഫോമുല കിട്ടും. എങ്ങനെയാണ് ഒന്നുകൂടെ ഒന്ന് ഓർത്തേ. എഫ് ഓഫ് എക്സിന് പകരം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആയ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വെക്കുക, ഇ റൈസ് ടു ഐ എസ് എക്സിന് പകരം ഇ റൈസ് ടു മൈനസ് ഐ എസ് എക്സ് എന്നാക്കി മാറ്റുക. അപ്പോൾ ആക്ച്വലി ഈ ഫോമുല പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കത് എഴുതാൻ കഴിയും. സോ നെക്സ്റ്റ്, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം നേരത്തെ ഫോമുല നമ്മൾ ആ ഫൊറിയർ ഇൻ്റഗ്രലിൽ പഠിച്ചപ്പം കണ്ടതുപോലെ തന്നെ ഇവിടെ 1/√2 പൈ ആണ്. ഇനി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൊസൈൻ ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ 2 × 0 to ഇൻഫിനിറ്റി ആവും. അപ്പോൾ 2/√2 പൈ ആവും. 2/√2 പൈ എന്ന് പറയുന്നത് √2/√2 പൈ ആണ്. അതായത് √2/π എന്ന് മാറ്റാം. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം കണ്ടോ? ആദ്യത്തേനകത്ത് 1/√2 പൈ ആണ്, ജനറൽ ഫോമുലയിൽ 1/√2 പൈ ആണ്. അപ്പം കൊസൈൻ ട്രാൻസ്ഫോം ആയാലും സൈൻ ട്രാൻസ്ഫോം ആയാലും അത് എന്താവുന്നു? അതിൻ്റെ ഹാഫിലേക്ക് മാറും. അത് 2 × അവിടെ ഒരു 2 പുറത്തേക്ക് വരും. 2 പുറത്തേക്ക് വരുമ്പോൾ 2/√2 എന്നുള്ളതിനകത്ത് √2 ക്യാൻസലായിട്ട് √2/π ആവും. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ആ ഇ റൈസ് ടു ഐ എസ് എക്സിനെ, അത് കോംപ്ലക്സ് ഫോമാണ്. അതിന് കോംപ്ലക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? കോസ് എസ് എക്സ് എ പ്ലസ് ഐ സൈൻ എസ് എക്സ് ആവും. അതിൽ ഓഡ് ഫംഗ്ഷൻ വരുമ്പോൾ 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0 ആയി പോവും. ബാക്കി അപ്പോൾ എന്തായി? എഫ് ഓഫ് എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് ആയി. ഇനി അതിൻ്റെ ഇൻവേർഷൻ ഫോമുല നമ്മൾ നേരത്തെ പറഞ്ഞു. എഫ് ഓഫ് എക്സിന് മാറ്റി എന്ത് ചെയ്യണം? അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വെക്കണം. അത് ഇവിടുത്തെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഈ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഫിക്സിൽ സി ഇടുന്നത്. അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ √2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി നമ്മൾ എഫ് ഓഫ് എക്സ് മാറ്റി
കൊസൈൻ ട്രാൻസ്ഫോം എഫ് സി ഓഫ് എസ് ആക്കുന്നു, ഡി എക്സ് മാറ്റി ഡി എസ് ആക്കും. മനസ്സിലായല്ലോ? ഓർത്തിരിക്കുക, കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും വരുമ്പോൾ ഫോമുല വളരെ സിമ്പിളായിട്ട് മാറുന്നു. √2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് ആണ്. അതിൻ്റെ ഇൻവേർഷൻ ഫോമുല എഴുതാനായിട്ട് നമ്മൾ ജനറൽ ഫോമുലയിൽ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് മാറ്റുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം, അതായത് ഫോറിയർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഓഫ് കൊസൈൻ ട്രാൻസ്ഫോം ഇൻറ്റു കോസ് എസ് എക്സിന് മാറ്റമൊന്നുമില്ല, ഡി എക്സ് മാറ്റി ഡി എസ് ആക്കുന്നു. അപ്പോൾ സൈൻ ട്രാൻസ്ഫോം നിങ്ങൾക്ക് പറയാം, ഒന്ന് പറഞ്ഞേ എന്ത് വരും? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ √2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ് ആകും, ഡി എക്സ് ആകും. ഇനി ഇൻവേർഷൻ ഫോമുല വരുമ്പോൾ എന്താകുന്നു? എഫ് ഓഫ് എക്സ് മാറ്റി നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം വെക്കുന്നു, സൈൻ എസ് എക്സ് അതുപോലെ ഡി എക്സ് മാറ്റി ഡി എസ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഫോറിയർ ട്രാൻസ്ഫോം കാണുമ്പോൾ ഡിഫറൻഷ്യൽ ഡി എക്സ് ആണ്, ഇൻവേർഷൻ ഫോമുല വരുമ്പം ഡിഫറൻഷ്യൽ ഡി എസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 3 ഫോമുലയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ 3 ഫോമുലയും അറിയാമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ള സെക്ഷനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫോമുലകൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു കണ്ടോ 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ്. ഇനി അതിൻ്റെ ഇൻവേർഷൻ ഫോമുല എന്ന് പറയുമ്പോൾ 1/√2π എന്താക്കുന്നു? എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എസ് ആക്കുന്നു, ഇ റൈസ് ടു -ഐ എസ് എക്സ് ഡി എസ് ആകും. ഇനി ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ √2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് ആകും. അതിൻ്റെ ഇൻവേർഷൻ ഫോമുല എന്ന് പറയുമ്പോൾ √2/π 0 to ∞ എഫ് സി എസ് ഓഫ് കോസ് എസ് എക്സ് ഡി എസ് ആകുന്നു. ഇനി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ √2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. അതിൻ്റെ ഇൻവേർഷൻ ഫോമുല വരുമ്പം എഫ് ഓഫ് എസ് സൈൻ എസ് എക്സ് ഡി എസ്. നമുക്ക് ആ ഫോമുലകൾ മാത്രം ഒന്ന് ഒരു പേജിലേക്ക് എഴുതി ഇട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉള്ള ഫസ്റ്റ് ഫോമുല ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ത് വരും? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ് അല്ലേ? ഫോറിയർ ട്രാൻസ്ഫോം ആകുമ്പോൾ ഡി എക്സ് ആണ്. ഇനി ആൻഡ് ഇറ്റ്സ് ഇൻവേർഷൻ ഫോമുല അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സിന് പകരം അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വെച്ചു, എഫ് ഓഫ് എസ് ഇ റൈസ് ടു ഐ എസ് എക്സ് ഇ റൈസ് ടു -ഐ എസ് എക്സ് ആക്കി ഡി എക്സ് മാറി ഡി എസ് ആവും. ഓക്കെ, ഇനി ഇത് ഒന്നാമത്തെ ഫോമുല. രണ്ടാമത്തത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് വരും? കൊസൈൻ ട്രാൻസ്ഫോം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സഫിക്സ് സി കൊടുക്കുന്നു. ഇൻ ടേംസ് ഓഫ് എസ് അതായത് എഫ് സി എസ് ഈക്വൽ ടു നമുക്കറിയാം 1/√2π മാറി √2/π ആകും. പിന്നെ -∞ to ∞ മാറി 0 to ∞ ആവും. പിന്നെ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ് ആവും. ഇനി അതിൻ്റെ ഇൻവേർഷൻ ഫോമുല എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0 to ∞. കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഴുതുന്നത്. ഇവിടുത്തെ ഫോറിയർ ട്രാൻസ്ഫോം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എഫ് സി എസ് ഓഫ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എസ് ആയി മാറി. ഓക്കെ, വൺ മോർ. അടുത്ത ഏതാണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം
ഓഫ് എഫ് ഓഫ് എക്സ്. ഓൾറെഡി നമ്മൾ ഈ ഫോമുല പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ എന്തായി, സൈൻ ട്രാൻസ്ഫോം ആണെന്ന് കാണിക്കാൻ വേണ്ടി സഫിക്സിൽ ഒരു എസ് കൊടുത്തു. ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്, സൈൻ ട്രാൻസ്ഫോം അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ്. ഇനി അതിൻ്റെ ഇൻവേർഷൻ ഫോമുല എന്ത് വരും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ∞. ഇവിടുത്തെ ഫോറിയർ ട്രാൻസ്ഫോം ഇവിടെ നമ്മൾ സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എഫ് എസ് ഓഫ് എസ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ് മാറി ഡി എസ് ആവും. ഇത്രയുമേ ഉള്ളൂ ഈ ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിത് മൂന്നാമത്തെ ഫോമുല, നമുക്കാകെ 3 ഫോമുല പഠിച്ചാൽ മതി. ഫോറിയർ ഇൻ്റഗ്രലിൽ നമ്മൾ 3 ഫോമുല പഠിച്ചു. ഇവിടെയും 3 ഫോമുല, 3 ഫോമുല. ഈ മൊഡ്യൂൾ മൊത്തം പഠിക്കാനായിട്ട് മൊത്തം 6 ഫോമുല അറിഞ്ഞിരുന്നാൽ മതി. 6 ഫോമുല അറിയാമെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും കൃത്യമായി ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസുകളാണ് ചെയ്യേണ്ടുന്നത്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.